AD 374 ഡിസംബർ 7 വിശുദ്ധ അംബ്രോസിന്റെ ജീവിതത്തിൽ ഒരു അത്യപൂർവമായ സംഭവമുണ്ടായി. ഒരു സമ്പന്ന ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം മാമുദീസ സ്വീകരിച്ചിരുന്നില്ല. അന്ന് തൻ്റെ 35-ാം വയസ്സിൽ ജ്ഞാനസ്നാനവും പൗരോഹിത്യവും മെത്രാഭിഷേകവും ഒറ്റ ദിവസം നടന്നത് സഭയുടെ ചരിത്രത്തിലും ഒരു അസാധാരണ സംഭവമായിരുന്നു. സാഹിത്യത്തിലും നിയമത്തിലും പ്രസംഗത്തിലുമെല്ലാം ബിരുദം നേടിയ അദ്ദേഹം മിലാനിലെ ഏതാനും പ്രവിശ്യകളിലെ ഗവർണറായി തുടരുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അന്ന് മിലാനിനുണ്ടായിരുന്ന മെത്രാൻ്റെ മരണത്തെ തുടർന്ന് പുതിയ മെത്രാൻ്റെ തെരഞ്ഞെടുപ്പ് ചർച്ചയിൽ ആര്യൻ പാഷണ്ഡികളും കത്തോലിക്കരും തമ്മിൽ വലിയൊരു തർക്കമുണ്ടാവുകയും അത് പരിഹരിക്കാൻ അവർ എത്തുന്നത് അംബ്രോസിൻ്റെ പക്കലാണ്. മറ്റൊരാളെ മുറിവേൽപ്പിച്ചുകൊണ്ട് നമുക്ക് സുഖം പ്രാപിക്കാൻ സാധിക്കില്ല എന്ന വലിയൊരു സന്ദേശമാണ് അദ്ദേഹം അവർക്ക് നൽകിയത്. പെട്ടെന്ന് ആ കൂട്ടത്തിലുണ്ടായിരുന്നൊരു കുട്ടി അംബ്രോസ് ആണ് മെത്രാൻ എന്ന് വിളിച്ചു പറയുകയും ഇത് കേട്ട് മറ്റെല്ലാവരും ഒരേ സ്വരത്തിൽ ഞങ്ങൾക്ക് അംബ്രോസ് മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അദ്ദേഹം അത് നിരസിക്കുകയും ഒളിച്ചോടുകയും ചെയ്തെങ്കിലും നിരന്തരമായ നിർബന്ധ നിമിത്തം അവരുടെ തീരുമാനത്തിന് വഴങ്ങി സ്നാനവും വൈദിക പട്ടവും മെത്രാഭിഷേകവും സ്വീകരിച്ചു. വിശുദ്ധ അംബ്രോസിലൂടെ സഭയ്ക്ക് ലഭിച്ച ഭാഗ്യങ്ങളിലൊന്നാണ് വിശുദ്ധ മോനിക്കയും വിശുദ്ധ അഗസ്തീനോസും. അദ്ദേഹം നല്ലൊരു പ്രാസംഗികനും ജനപ്രിയനുമായിരുന്നതിനാൽ പാഷണ്ഡികളെയും ചക്രവർത്തിമാരെയും വെറുതെ വിട്ടില്ല. അന്ന് അനേകരുടെ മരണത്തിന് കാരണമായ ചക്രവർത്തിയെ പരസ്യ പ്രായശ്ചിത്തം ചെയ്തതിന് ശേഷമാണ് ദേവാലയത്തിൽ കയറാൻ അനുവദിച്ചത്. 20 വർഷത്തിലേറെ കാലം സഭയെ ഭരിച്ച വിശുദ്ധ അംബ്രോസ് തൻ്റെ 57-ാം വയസ്സിൽ ഒരു ദുഃഖ വെള്ളിയാഴ്ച നിത്യതയിലേക്ക് യാത്രയായി. ആമേൻ.